ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. കുമ്പളങ്ങി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തും NHM ആയുർവേദ ഡിസ്പെൻസറിയും സംയുക്തമായി മഴക്കാല പകർച്ചവ്യാധി പ്രതിരോധ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഇതോടൊപ്പം ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ നടത്തുന്ന ആരോഗ്യലക്ഷ്മി പദ്ധതിയുടെ ഉദ്ഘാടനവും നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. എറണാകുളം ജില്ലയ്ക്കും ഏറ്റവും അഭിമാനകരമായ 2 കാര്യങ്ങൾ നമുക്ക് നടന്നിട്ടുണ്ട്. എല്ലാവരും വായിച്ചറിഞ്ഞു കാണുമായിരിക്കും. ഇന്ന് ആയുർവേദത്തിനാണ് നമ്മുടെ സംസ്ഥാനത്ത് രണ്ടുമുണ്ട്. സംസ്ഥാനത്തിനെ നമ്മൾക്ക് 1ാം സ്ഥാനത്തായിട്ട് ആയുർവേദമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അത് ജില്ലാ പഞ്ചായത്തിന്റെ ഭാഗമായിട്ടാണ് എറണാകുളം ആയുർവേദ ആശുപത്രി. അത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ എഫേർട്ട് വളരെ ഏറെയുണ്ട്. അതിനോടൊപ്പം നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറും ഉണ്ട്. ഇവരെല്ലാവരുടെയും ഒരു പ്രയത്നഫലമായിട്ട് തന്നെയാണ് സംസ്ഥാനത്ത് നമുക്ക് അതിന്റെ ആ ഒരു 1ാം സ്ഥാനത്തേക്ക് കിട്ടുന്നതാണെങ്കിൽ അതിൽ എന്തെല്ലാം നല്ല കാര്യങ്ങൾ നടന്നു എന്ന് നിങ്ങൾ ഊഹിക്കാവുന്നതാണ്. 2ാമതായി കിട്ടിയിരിക്കുന്ന ഹോമിയോയ്ക്കാണ്. അതും എറണാകുളം ജില്ലയ്ക്ക് തന്നെയാണ് ഹോമിയോയും കിട്ടിയിരിക്കുന്നത്. 3ാമത് പറയാനാണെങ്കിൽ കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിലെ ഹോമിയോ ഹോസ്പിറ്റലിന് 30,000 രൂപയും പിന്നെ ഒരു ട്രോഫിയും അവാർഡായിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട് നമ്മുടെ കുമ്പളങ്ങി പഞ്ചായത്തിൽ. അപ്പോഴും ആ ഹോമിയോയ്ക്കും എന്താണെന്നുള്ളത് ആയുർവേദവും അതിനോട് സപ്പോർട്ട് ഉണ്ട് കേട്ടോ. അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെയെല്ലാം നല്ല രീതിയിൽ വരുന്നെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മളുടെ പ്രവർത്തനം അവിടെ വരുന്ന രോഗികൾക്ക് ആശ്വാസം കിട്ടുന്നു, കൂടുതൽ രോഗികൾ വരുന്നു, അവിടെ നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കുന്നു. കുമ്പളങ്ങി 6ാം വാർഡ് പ്രിയദർശിനി ബസ് സ്റ്റോപ്പിന് സമീപത്തെ ബിജുവടിയത്തിന്റെ വസതിയിലാണ് ക്യാമ്പ് നടന്നത്. 6ാം വാർഡ് മെമ്പർ ലിജ തോമസ് ബാബു സ്വാഗതം ആശംസിച്ചു. കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PA സഗീർ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ ലക്ഷ്മി പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ദീപു കുഞ്ഞുകുട്ടി നിർവഹിച്ചു. പൊതുജനങ്ങളുടെ ആരോഗ്യവും കൂടി സംരക്ഷിക്കേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്തം ഓരോ ജനപ്രതിനിധികൾക്കും ഓരോ ഭരണസമിതിക്കും ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് എറണാകുളം ജില്ലാ പഞ്ചായത്ത് ജനറൽ കമ്മിറ്റി കൂടുമ്പോൾ ആയുർവേദ മേഖലയിൽ എത്തരത്തിൽ നമുക്ക് ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കുമെന്നുള്ള ചർച്ച വരുമ്പോഴാണ് ഇന്ന് പഴയകാലത്തെ പോലെയല്ല ഇന്ന് ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലുകളിൽ ചികിത്സിക്കാൻ വരുന്ന രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രോഗിയും ഡോക്ടർമാരും തമ്മിലുള്ള ആത്മബന്ധവും വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ള വലിയ ഉത്തമ ഉദാഹരണമാണ് എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള ആയുർവേദ ഹോസ്പിറ്റലിന് ആയുഷ് കായകൽപ്പം എന്ന് പറയുന്ന 1ാം സമ്മാനം ലഭിച്ചത്. ആ 1ാം സമ്മാനം ലഭിച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലിൽ ഭൗതികപരമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഇന്ന് ഏറ്റവും മികച്ച രീതിയിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് നൽകുന്നു എന്നതുകൂടി മാത്രമല്ല, ഏറ്റവും മനോഹരമായ ചികിത്സകൾ, ഏറ്റവും ഏത് അസുഖത്തിനും ചികിത്സിക്കാൻ കഴിയാവുന്ന രീതിയിൽ നല്ല മാതൃകാപരമായി സേവനം കാഴ്ചവെക്കുന്ന ഡോക്ടർമാരടക്കമുള്ളവർ, വൃത്തിയായ ഒരു അന്തരീക്ഷം, ഏത് സമയത്ത് ചെന്നാലും ചികിത്സ ലഭിക്കുന്ന ഒരു അന്തരീക്ഷം, അത് ആകമാനെ എടുത്തുകൊണ്ടാണ് ഇന്ന് വലിയ ഒരു നേട്ടത്തിന് എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള നമ്മുടെ ഹോസ്പിറ്റൽ നേടിയിട്ടുള്ളത്. സജീവ് ആന്റണി, ബേസിൽ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ ലക്ഷ്മി, ഡോക്ടർ ദീപ്തി ജോസഫ്, ലിഞ്ചു ജെയിംസ്, മിനി തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കുമ്പളങ്ങി.